ആ ചുമരിൽ ഒരു മനോഹരമായ പിക്ചറുണ്ട്. ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു പേഴ്സ് ഉണ്ടല്ലോ. ആ മേശൻ്റെ മുകളിൽ എൻ്റെ ചാവിയുണ്ട്. എൻ്റെ പോക്കറ്റിൽ ഒരു 100 രൂപ ഉണ്ടല്ലോ. ഇതുപോലെയുള്ള ഡെയിലി യൂസ് സെൻറ്റൻസസ്, ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് നമ്മൾ പറയുക? ഹൗ ടു മേക്ക് ദീസ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ്? മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ തീർച്ചയായും നിങ്ങൾ കാണണം. സോ മൈ ഫ്രണ്ട്സ്, ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ, നിർമ്മിക്കാൻ നമ്മൾ ഏത് സ്ട്രക്ചറാണ് ഉപയോഗിക്കുക? ദയർ ഈസ് ആൻഡ് ദയർ ആർ. ദയർ ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു, ഉണ്ട് എന്ന് വെച്ചാൽ അവിടെ ആകുന്നു അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ദയർ ആർ. ഇനി എപ്പോഴാണ് ദയർ ഈസ് ഉപയോഗിക്കുക, എപ്പോഴാണ് ദയർ ആർ ഉപയോഗിക്കുക? ദയർ ഈസ് ഉപയോഗിക്കും സിംഗുലറിന് വേണ്ടിയിട്ട്, ദയർ ആർ ഉപയോഗിക്കും പ്ലൂറലിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ആ മേശൻ്റെ മുകളിൽ ഒരു പേനയുണ്ട്. ആ മേശയുടെ മുകളിൽ ഒരു പേനയുണ്ട്, ദയർ ഈസ്. ആ മേശയുടെ മുകളിൽ 2 പേനയുണ്ട്, ദയർ ആർ. ഇനി എപ്പോഴാണ് ഇത് ഉപയോഗിക്കുക? ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ സെൻറ്റൻസിൽ ഡൂവർ, ചെയ്യുന്ന ആൾ ഇല്ലെങ്കിൽ, സബ്ജക്റ്റ് ഇല്ലെങ്കിൽ, ദർ ഇസ് നോ സബ്ജക്റ്റ്, സബ്ജക്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഡൂവർ ഇല്ലാത്ത സെൻറ്റൻസുകൾ പറയാനാണ് നമ്മൾ സാധാരണ ദയർ ഈസ് അതുപോലെ തന്നെ ദയർ ആർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത് നോക്കാം. എന്താണ് ഒന്നാമത്തത്? നമ്മൾ പറഞ്ഞു ആ ചുമരിൽ ഒരു മനോഹരമായ പിക്ചറുണ്ട്. ആ ചുമരിൽ ഒരു മനോഹരമായ പിക്ചറുണ്ട് അല്ലേ? ഒരു പിക്ചർ അല്ലേ, സിംഗുലർ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതണം? ദയർ ഈസ്. എന്താ ദയർ ഈസ്? അപ്പോൾ എന്തുള്ളത്? എ ബ്യൂട്ടിഫുൾ പിക്ചർ. ദയർ ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. എവിടെ? ഓൺ ദാറ്റ് വാൾ. ആ ചുമരിൽ. ഈ ഓൺ ദാറ്റ് വാൾ എന്താണ്? ഇതാണ് ആഡ്വർബ് ഓഫ് പ്ലേസ്. എന്താണ് ആഡ്വർബ് ഓഫ് പ്ലേസ്? ഇതൊക്കെ ലാസ്റ്റ് ആണ് എഴുതുക. ഓക്കെ, ഇതൊക്കെ എന്താണ്? ലാസ്റ്റ് ആണ് എഴുതുക. ക്ലിയർ? ആഡ്വർബ് ഓഫ് പ്ലേസ്, ആഡ്വർബ് ഓഫ് ടൈം, എവറി ഡേ, ഈച്ച് ആൻഡ് എവറി ഡേ, ഇൻ ദ മോർണിംഗ്, ഇതുപോലെയുള്ള ടൈമിനെ കാണിക്കുന്ന ഒരു ഫ്രേസ്, ഓക്കെ, പ്ലേസിനെ കാണിക്കുന്ന ഫ്രേസ്, ഇതൊക്കെ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ആണ് എഴുതുക. അപ്പോൾ ഒന്നുകൂടി, ആ ചുമരിൽ ഒരു മനോഹരമായ പിക്ചറുണ്ട്. ദയർ ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓൺ ദാറ്റ് വാൾ. ക്ലിയർ? ഇനി രണ്ടാമതാണ്, നിന്റെ തലയിൽ എന്തോ ഉണ്ടല്ലോ. നിന്റെ തലൻ്റെ മുകളിൽ എന്തോ ഉണ്ടല്ലോ. എന്താ തലയിൽ അല്ലേ? ദയർ ഈസ് സംതിങ് ഓൺ യുവർ ഹെഡ്. എന്താണ്? ദയർ ഈസ് സംതിങ് ഓൺ യുവർ ഹെഡ്. സംതിങ് എന്ന് പറഞ്ഞാൽ എന്തോ, എന്തെങ്കിലും. ഓക്കെ, ദയർ ഈസ് സംതിങ് ഓൺ യുവർ ഹെഡ്. നിന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. നിന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. ദയർ ഈസ് സംതിങ് ഇൻ യുവർ ഹാൻഡ്. നിന്റെ വായിൽ എന്തുണ്ടല്ലോ. ദയർ ഈസ് സംതിങ് ഇൻ യുവർ മൗത്ത്. ഇൻ യുവർ മൗത്ത്. ക്ലിയർ? ഇനി പറയണേ, നിന്റെ ടീഷർട്ടും എന്തുണ്ടല്ലോ. നിന്റെ ടീഷർട്ടുമിൽ എന്തുണ്ടല്ലോ. ദയർ ഈസ് സംതിങ് ഓൺ യുവർ ടീഷർട്ട്. ടീഷർട്ടിന്റെ മുകളിൽ ഓൺ യുവർ ടീഷർട്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ മൂന്നാമത് നോക്കുന്നത്. എന്താണ് മൂന്നാമത്? ഫ്രിഡ്ജിന്റെ മുകളിൽ എൻ്റെ ചാവിയുണ്ട്. ഫ്രിഡ്ജിന്റെ മുകളിൽ എൻ്റെ ചാവിയുണ്ട്. എന്താ പറയാ? ദയർ ഈസ് മൈ കീ ഓൺ ദ ഫ്രിഡ്ജ്. എന്താണ്? ദയർ ഈസ് മൈ കീ ഓൺ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിന്റെ മുകളിൽ എൻ്റെ ചാവിയുണ്ട്. ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ എന്നും പറയാറുള്ള ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ ദയർ ഈസ് ദയർ ആർ വെച്ചാണ് സംസാരിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ പ്രാക്ടീസ് ചെയ്യുക. ഇനി നോക്കാം അടുത്തത്. നാലാമതാണ്, ആ ടേബിളിൻ്റെ മുകളിൽ 2 3 പേനയുണ്ട്. ആ ടേബിളിൻ്റെ മുകളിൽ, ആ മേശമിൽ 2 3 പേനയുണ്ടല്ലോ. 2 അല്ലെങ്കിൽ 3 പേനയുണ്ടല്ലോ. എന്താ പറയാം? There are 2 or 3 pens on the table. എന്താണ്? There are 2 or 3 pens on the table. ആ മേശൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ മേശമേൽ 2 3 പേനയുണ്ട് എന്നൊക്കെ പറയാം. There are 2 or 3 pens on the table. എന്തുകൊണ്ടാണ് നമ്മൾ 6 ഉപയോഗിച്ചത്? അതിൻ്റെ കാരണം ഇവിടെ 2 അല്ലേ, പ്ലൂറൽ ഫോം ആണ്. എന്താണ്? പ്ലൂറൽ ഫോം. ഇവിടെയൊക്കെ നമ്മൾ ഈസ് ഉപയോഗിച്ചത്. അതിൻ്റെ കാരണം എന്താണ്? ഒന്നല്ലേ, സിംഗുലർ. എന്താണ്? സിംഗുലർ ആണ്. ഓക്കെ, സിംഗുലർ. ദാറ്റ്സ് വൈ. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം. ഫിഫ്ത്ത് വൺ ഈസ് ആ ഫ്രിഡ്ജിൽ കുറച്ച് തക്കാളി ഉണ്ട്. അപ്പോൾ കുറച്ച് പ്ലൂറൽ ഫോം അല്ലേ. അപ്പോൾ എന്ത് ഉപയോഗിക്കുക? നമുക്ക് ഉപയോഗിക്കണം ദയർ ആർ. ദയർസ് അല്ല, ദയർ ആർ ഉപയോഗിക്കണം. ദയർ ആർ സം ടൊമാറ്റോസ്. കുറച്ച്. ദയർ ആർ സം ടൊമാറ്റോസ് ഇൻ ദ ഫ്രിഡ്ജ്. There are some tomatoes in the fridge.
ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ വി ക്യാൻ മേക്ക്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളായിട്ട് പറയാൻ കഴിയും. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എന്നും നമ്മൾ പറയാനുള്ള സംഭവങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം, ഉണ്ടായിരുന്നല്ലോ അതെന്താണ്? പ്രസൻ്റ് ആണ്. അവിടെ ഉണ്ടല്ലോ അല്ലേ, അവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ആകുന്നതൊക്കെയാണ്. പക്ഷെ ഇതിൻ്റെ പാസ് എന്താ പറയുക? ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ചാവി ഉണ്ടായിരുന്നല്ലോ, എൻ്റെ പോക്കറ്റിൽ 100 ഉറുപ്പിക ഉണ്ടായിരുന്നല്ലോ, അവിടെ അതുണ്ടായിരുന്നല്ലോ, ഇവിടെ ഇതുണ്ടായിരുന്നല്ലോ. അതെങ്ങനെ സംസാരിക്കും നോക്കാം. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദെയർ വാസ്. ദെയർ വാസ് ഇവിടെ നോക്കാം. ദെയർ വാസ് ആൻഡ് ദെയർ വേർ. ആദ്യം നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ വാസ് ആൻഡ് ദെയർ വേർ. ദെയർ വാസ് ഉപയോഗിക്കും സിംഗുലറിന് വേണ്ടിയിട്ട്, ദെയർ വേർ ഉപയോഗിക്കും നമ്മൾ പ്ലൂറൽ ഫോമിന് വേണ്ടിയിട്ട്. എന്താണ് പ്ലൂറൽ ഫോം? എക്സാമ്പിൾ നോക്കാം. എൻ്റെ പാൻറ് കീശയിൽ ഒരു 100 രൂപ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയണം. അല്ല, എൻ്റെ പാൻറ് കീശയിൽ ഒരു 100 രൂപ ഉണ്ടായിരുന്നല്ലോ, പാസ്റ്റായി അല്ലേ, ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു അർത്ഥം, ഉണ്ടായിരുന്നു. അപ്പം പറയാം ഇത് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ പല ആളുകളും പല രീതിയിൽ സംസാരിക്കും അല്ലേ, ഒരേ സെൻറ്റൻസിന് നമ്മൾ പല രീതിയിൽ സംസാരിക്കും. അപ്പം അതുകൊണ്ട് സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് വരുന്ന വേർഡ് നോക്കിയിട്ട് നമ്മൾ സംസാരിക്കരുത്, എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് നോക്കാം, ദെൻ സ്പീക്ക്. ക്ലിയർ? ഓക്കെ. എൻ്റെ പാൻറ്റും കീശയിൽ ഒരു 100 രൂപ ഉണ്ടായിരുന്നല്ലോ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പം എങ്ങനെ പറയാം? ദെയർ വാസ് എ 100 rupee നോട്ട് ഇൻ മൈ പാൻസ് പോക്കറ്റ്. എൻ്റെ പാൻ കീശയിൽ ഒരു 100 രൂപ ഉണ്ടായിരുന്നല്ലോ. ദെയർ വാസ് ഉണ്ടായിരുന്നല്ലോ, പാസ്റ്റ് ആണ്. ദെയർ വാസ് എ 100 rupee നോട്ട് ഇൻ മൈ പാൻസ് പോക്കറ്റ്. ഇനിയാണ് അടുത്തത്. ഇവിടെ ആറല്ല വരിക, വേറാണ് വരിക, വേർ. ഓക്കെ, പാസ്റ്റ് അല്ലേ. ഈ ഫ്രിഡ്ജിൽ 4-5 മുട്ടായി ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ്, ഈ ഫ്രിഡ്ജിൽ 4-5 മുട്ടായി ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാം. There were 4 or 5 toffees in the fridge. There were 4 or 5 toffees in the fridge. 4-5 ടോഫീസ് ഉണ്ടായിരുന്നല്ലോ. ഇനിയാണ് അടുത്തത്. ആ മേശയുടെ മുകളിൽ ഒരു പേപ്പർ കഷ്ണം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നല്ലോ എങ്ങനെ പറയാം? ഓക്കെ, ആ മേശയുടെ മുകളിൽ ഒരു പേപ്പർ കഷ്ണം ഉണ്ടായിരുന്നല്ലോ. അതെവിടെ? There was a piece of paper on the table. There was a piece of paper on the table. Now the last and final one. നിന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ. എന്താണത്? നിന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. പറയാം, there was something in your hand. Clear? ഇങ്ങനെ ഒരുപാട് സെന്റൻസുകൾ വി ക്യാൻ മേക്ക്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ. there was something in your hand. Clear? നിങ്ങളുടെ തലമേൽ അല്ലെങ്കിൽ തലയുടെ മുകളിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ. there was something on your head.